ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വചനത്തിലേക്ക് നാം പ്രവേശിക്കാം. വിശുദ്ധ വചനം നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. നമ്മുടെ നിശ്ചയെ ചോദ്യം ചെയ്യുന്ന, പരിശോധിക്കുന്ന, അനുഗ്രഹവുമായിരിക്കുന്ന ബൈബിൾ ക്ലാസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം വചനങ്ങളിൽ കൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. നാം കേൾക്കുന്ന വചനങ്ങൾ അത് ദൈവത്തിന്റെ വചനവുമായി ബൈബിളുമായിട്ട് താരതമ്യപ്പെടുത്തി ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നതെന്ന് കണ്ട് നമ്മുടെ ജീവിതം കർത്താവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരുന്നതാണോ, നാം ഓരോരുത്തരും ജീവിക്കുന്നത് കർത്താവിനെ കാണാനും കർത്താവിനോട് ചേരുവാനുള്ള ഒരുക്കമാണോ എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതും ഒരുക്കത്തെ കുറിച്ചിട്ടാണ്. ഒരു വിശ്വാസിയുടെ ഒരുക്കം എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളത്. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കപ്പെടുന്നത് ഭൂമിയിൽ ഒരിക്കലും ഞാൻ ആർക്കും അനുഗ്രഹത്തെ കുറിച്ചിട്ട് ഇന്നേ വരെ പ്രസംഗിച്ചിട്ടില്ല. കർത്താവിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അത് കിട്ടും, അല്ലെങ്കിൽ ഇത് കിട്ടും, നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ സമ്പന്നരാക്കും എന്നൊന്നും ഞാൻ ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല. അത് മേലാലും ഉണ്ടാകില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ ആഗ്രഹിച്ച് ഒരു വ്യക്തിക്കും ഈ ഒരുക്കത്തിലേക്ക് പ്രവേശിക്കാനോ സ്വർഗത്തിലേക്ക് പോകാനോ കഴിയുകയില്ല. ലോകത്തിൽ ധനികനാകാൻ ആഗ്രഹിക്കുന്നവൻ ഒരുത്തനും സ്വർഗരാജ്യം കാണുകയില്ല എന്നുള്ള നിശ്ചയമായ കാര്യമാണ്. എന്നാൽ ദൈവം ഒരാളെ ധനികനാക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണ്. അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉള്ളതായിരിക്കും എന്ന് വ്യക്തമായിട്ട് അറിവുള്ളത് കൊണ്ടും അങ്ങനെ നമുക്ക് പൂർവികരായിരിക്കുന്ന അനേക വിശുദ്ധന്മാർ, വിശ്വാസികൾ ആ സമ്പത്ത് അവിടെ ഉപയോഗിക്കപ്പെടുന്നതായിട്ട് കാണുവാനും ദൈവനാമ മഹത്വത്തിനും സ്വർഗം സന്തോഷിക്കത്തക്ക വണ്ണം അവർക്ക് കൊടുത്തിരിക്കുന്ന ആരോഗ്യ സമ്പത്ത്, ശാരീരികമായിരിക്കുന്ന എല്ലാവിധ സമ്പത്തുകളും, അത് മാത്രമല്ല ലോകപരമായ സാമ്പത്തികപരമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവനാമത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് അനേക വിശുദ്ധന്മാരെ വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വേദഭാഗം തൊട്ട് 37-ാമത്തെ വേദഭാഗം വരെയാണ്. കർത്താവിന്റെ വരവിനെ കുറിച്ചിട്ടുള്ള ഒരു ഉപമ കർത്താവ് സംസാരിക്കപ്പെട്ടതാണ്. പ്രാരംഭത്തിൽ ആ വേദഭാഗം ഒന്ന് വായിക്കാം വേഗത്തിൽ. മതി, നമുക്ക് 37-ന്റെ പകുതി വരെയാണ്. ഭാഗ്യവാന്മാർ എന്ന് വരെ ചിന്തിക്കാം. പിന്നെ അതിനു മുമ്പായിട്ട് എനിക്ക് നിങ്ങളോടൊരു വേദഭാഗം വായിച്ച് ഓർമ്മപ്പെടുത്താനുണ്ട്. ബാലൻസ് ദൈവം അനുവദിച്ചാൽ അതേക്കുറിച്ചിട്ടുള്ള മെസ്സേജ് വരും ദിവസങ്ങളിൽ എടുക്കാമെന്നൊരു കാര്യം. കാരണം എല്ലാവരുടെ ഓർമ്മയിലേക്ക് ഒന്ന് പറയുവാൻ തക്കണം ആഗ്രഹിക്കുന്നതാണ്. എക്കെസ്തേലിന്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാം. 1-ാം അധ്യായം തൊട്ട് നാം വായിക്കുമ്പോൾ എക്കെസ്തേൽ പ്രവാചകനെ ദൈവം വിളിച്ച് വേർതിരിച്ച അനുഭവങ്ങളും 1-ാം അധ്യായം തൊട്ട് സറാബുകളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരണവും അവരുടെ പൂർണ്ണ അധികാരങ്ങളും വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് അതിശക്തിയായിട്ട് ഈ സറാബുകളുടെ മഹത്വം എന്താണെന്ന് വെളിപ്പെടുത്തുന്ന അനുഭവങ്ങൾ കണ്ട് അതിനുശേഷം ഈ യഹോവേ ദൈവം യിരെമ്യാവിനെ 2-ാമത്തെ അധ്യായം തൊട്ട് വിളിക്കുകയും അവിടെ വിളിക്കുന്ന കാര്യം മനുഷ്യപുത്ര എന്നുള്ള സംബോധനയിലാണ്. പലപ്പോഴും പറയുവാനുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആരെയും ഭയപ്പെടാൻ പാടില്ല, ലോകത്തെ ഭയപ്പെടാൻ പാടില്ല. യഹോവേ ദൈവം നിന്നോട് കൽപ്പിക്കുന്നത് നീ അത് അങ്ങനെ തന്നെ പറയണമെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. നിങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി പഠിക്കാൻ പറ്റും. ഞാനിവിടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വേദഭാഗവും 11-ാമത്തെ വേദഭാഗവും അതിനുശേഷം 17-ാമത്തെ വേദഭാഗം തൊട്ട് ചിലതാണ് കാണുന്നത്. അവിടെ ഞാൻ തന്നെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ പിന്നെയും എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവി കൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളുക. നീ നിന്റെ ജനത്തിൻ പുത്രന്മാരായ പ്രവാസികളുടെ അടുക്കൽ ചെന്ന് അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് സംസാരിച്ച് യഹോവേ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു എന്ന് പറയുക. ഇതിനു മുമ്പ് 2-ാം അധ്യായത്തിൽ 2-3 പ്രാവശ്യം പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കേട്ടാൽ
നിങ്ങൾക്കും കൊള്ളാം, എനിക്കും കൊള്ളാം. കേൾക്കാഞ്ഞാൽ അത് നിങ്ങൾക്ക് ദോഷമാണ്, എനിക്ക് ദോഷമൊന്നുമില്ല. എന്ന് വെച്ചാൽ സഭാ ശുശ്രൂഷകന്മാര്, വചനം പ്രസംഗിക്കുന്നവര് യഹോവയായ ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ പൂർണ്ണമായി മനുഷ്യന്റെ മുഖം നോക്കാതെ, മനുഷ്യന് എന്തെങ്കിലും മാനമോ എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ എന്തെങ്കിലും പറയൂ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പറയാതിരിക്കരുത്. ഇത് ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിൽ നാം ഓരോരുത്തരും കൃപയാൽ വിശ്വാസം മൂലം ക്രിസ്തുവേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട് അബ്രഹാം പിതാവിന്റെ മക്കൾ, വിശ്വാസികൾ, ദൈവം ഇസ്രായേൽ കുടുംബവുമായിട്ടുള്ള ബന്ധമുള്ളവരാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മണവാട്ടികളാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഓർക്കുക. 17-ാമത്തെ വാക്യത്തോട് കാണുന്നത്, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരാക്കി, സഭയ്ക്ക് കാവൽക്കാരനാക്കി, കുടുംബത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണേ, നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഞാൻ ദുഷ്ടനോട് നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർമ്മിപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാൻ ഞാൻ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എത്ര ഭയാനകമായിരിക്കുന്ന അവസ്ഥ എന്നറിയാമോ? ദുഷ്പ്രവർത്തിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സഹോദര സിഗരറ്റ് വലിക്കരുത്, അല്ലെങ്കിൽ മദ്യപിക്കരുത്, അനാവശ്യ വർത്തമാനം പറയരുത്, മറ്റ് ദുഷ്പ്രവൃത്തികളായിരിക്കും യാതൊരു കാര്യം ചെയ്യരുത്, ചീത്തത്തരം പറയരുത് എന്നിത്യാദി കാര്യങ്ങൾ പറയും. പലപ്പോഴും ചില സഹോദരന്മാരോട്ട് വ്യക്തിപരമായി ഇടപെട്ട് അവരെ മാറ്റി നിർത്താറുണ്ട്. ഇതെല്ലാം ദുഷ്പ്രവൃത്തിയാണ്. ദുഷ്പ്രവൃത്തി പിശാചിന്റെ പ്രവൃത്തി. അപ്പൊ ഇത് പറയുന്നതിന്റെ കൊണ്ട് കാരണം ആ വ്യക്തിയോടുള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് ആ വ്യക്തിയെ മാനസാന്തരത്തിലെ കൊണ്ടുവന്ന് അവനെ നേടുവാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ലതാ. അല്ല, അദ്ദേഹത്തോട് പറയാതിരുന്നാൽ അദ്ദേഹത്തോട് ദൈവം കൃത്യമായിട്ട് ഇടപെടും. അദ്ദേഹത്തെ ദൈവം ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യും, നിശ്ചയമായി നീക്കം ചെയ്യും. അദ്ദേഹത്തിനുള്ള ജീവിതകാലങ്ങളിൽ താൻ മുഖാന്തരം തന്റെ കുടുംബമൊക്കെ അതിന്റെ ഭരണപരമായ ശിക്ഷ ഈ ഭൂമിയിൽ അനുഭവിക്കും, നിശ്ചയമാണ്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടും, അദ്ദേഹത്തെ ഇവിടുന്ന് നീക്കം ചെയ്യും. അങ്ങനെ ഉപദേശിക്കാതെ അദ്ദേഹം നീക്കം ചെയ്താൽ അദ്ദേഹത്തിന്റെ രക്തം എന്ന് പറയുമ്പോ അദ്ദേഹം രക്തം ചൊരിഞ്ഞു മരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളാണ്. ചുമ്മാതുള്ള മരണമല്ല, രക്തം ചൊരിഞ്ഞു മരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. ആരാണോ കാവൽക്കാരൻ, ആരാണോ ശുശ്രൂഷകൻ, ആരാണോ ദൈവത്തിന്റെ ദാസൻ, സമയപരിപാലകൻ, ആടിന്റെ ഇടയൻ, അവരോട് ചോദിക്കും. അവരതിന് കണക്ക് കൊടുത്തേ പറ്റും. തൊട്ട് താഴെ 19-ാമത്തെ വേദഭാഗമുണ്ടോ, എന്നാൽ നീ ദുഷ്ടനെ ഓർമ്മിപ്പിച്ചിട്ടും അവൻ തന്റെ ദുഷ്ടത മാർഗവും വിട്ടുതിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ അകൃത്യത്തിൽ മരിക്കും, നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. തൊട്ട് താഴെ 20 അഥവാ നീതിമാൻ തന്റെ നീതി വിട്ടുമാറി നീതികേട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവന്റെ മുമ്പിൽ ഇടച്ച വയ്ക്കുന്നുവെങ്കിൽ അവൻ മരിക്കും. നീ അവനെ ഓർമ്മിപ്പിക്കാകൊണ്ട് അവൻ തന്റെ പാപത്തിൽ മരിക്കും. അവൻ ചെയ്ത നീതി അവന് കണക്കിടുകയില്ല. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ഇതേക്കുറിച്ചിട്ട് വലിയൊരു മെസ്സേജ് എടുക്കേണ്ടതാണ്. ഞാൻ ചില ദിവസങ്ങളായിട്ട് ഇത് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞു എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഇത് ഇസ്രായേൽ സംബന്ധമായ ഇസ്രായേൽ മക്കൾക്കുള്ളതല്ല. ക്രിസ്തുവിൽ വിശ്വസിച്ച് അപ്പോസ്തല പ്രവൃത്തി 20:28 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ എന്താ പറയുന്നത്? ആര് പറയാ? ഞാൻ എന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ മേയിച്ചു കൊള്ളുക. മറ്റേതെങ്കിലും സഭയല്ല പറഞ്ഞത്. നിയമസഭ, പാർലമെന്റ് സഭ, പഞ്ചായത്ത് സഭ, ഗ്രാമസഭ ഇത്യാദി സഭകളെ കുറിച്ചല്ല പറഞ്ഞത്. പിന്നെ കർത്താവ് തന്റെ രക്തത്താൽ സമ്പാദിച്ച സഭയെ മേയും. അത് ഇപ്രകാരമാണ്. ഇത് സഭയ്ക്കുള്ള ഉപദേശമാണ്. ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് അനേക അനുഭവങ്ങൾ പഠിക്കാനുണ്ട്. നടന്ന കാര്യങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇനി നടക്കാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ ഇടയ്ക്ക് ഉറക്കം ശ്രദ്ധിക്കണം. ഓക്കെ.
നാം നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കണമല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് വരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്താൽ നാം ഒരുമിച്ച് കർത്താവിന്റെ വരവിനെ വരവേൽക്കുവാൻ ഇടയാകട്ടെ. വിശുദ്ധ വേദപുസ്തകം ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 35 തൊട്ട് 37 വരെയുള്ള വേദഭാഗം നാം കണ്ടു. എന്താണ് കണ്ടത്? നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറക്കേണ്ടതിന് അവൻ എപ്പോൾ വരും എന്ന് കാത്തു നിൽക്കുന്ന ആളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ വൈകുന്നേരം വരുന്ന നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. യജമാൻ വരുന്ന നേരത്ത് ഉണർന്നിരുന്നു എന്ന് കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. വിളക്ക് കത്തിച്ച് കാത്തിരിക്കുന്നതിനെ കുറിച്ചല്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ അപ്പൻ, നമുക്ക് പറയാനുള്ള എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറയാൻ പറ്റുള്ളൂ, വല്ലവരുടെ ജീവിതത്തിൽ പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ ഇഷ്ടം പോലും ഉണ്ട്. നമ്മുടെ അപ്പനാണെങ്കിൽ പാതിരാത്രി ചിലപ്പോൾ 12 മണി 1 മണിയൊക്കെ ആവും. ചിലപ്പോൾ എവിടെയെങ്കിലും വഴിയിലൊക്കെ കണ്ടത്തിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്, ചിലപ്പോൾ കടത്തിനൊക്കെ ആയിരിക്കും. പാതിരാത്രി 12 മണിക്കും 12:30ക്കും ഒക്കെ ഈ വിളക്കും കത്തിച്ചുകൊണ്ട് അപ്പനെ അന്വേഷിച്ച് ഞാനും അമ്മയും കൂടെ പോകുന്നത്. ബാക്കിയുള്ളവർക്ക് വീട്ടിൽ കിടന്നുണ്ട്. ഇവരൊക്കെ കുഞ്ഞുങ്ങളാവുണ്ട്, ഒരു ഉറങ്ങും. ഇപ്പൊ പനവേലിയിലെ അങ്ങ് താഴെ മുക്കിലൊക്കെ ചിലപ്പോൾ പാതിരാത്രിയിൽ 12:30 1 മണിക്കൊക്കെ ഞാനും അമ്മയും കൂടെ അപ്പനെ പൊക്കിക്കൊണ്ട് വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ അത് മാത്രമല്ല, രാത്രിയിൽ ഞങ്ങളൊക്കെ ചിലപ്പം ആഹാരം കഴിച്ച് കിടന്നുറങ്ങിയാലും പേടിച്ച് അമ്മ ഉറങ്ങാതെ ഈ മണ്ണെണ്ണ വിളക്കും കൊണ്ട് അപ്പനെ കാത്തിരിക്കും. അപ്പന്റെ വരവിന് കാത്തിരിക്കും. ഇല്ലെങ്കിൽ പണിയാണ്. അപ്പനെ കാത്തിരുന്നില്ലെങ്കിൽ പണിയാണ്. മാത്രമല്ല, അപ്പം വരുന്നതിന് മുമ്പ് ചിലപ്പം കഴിച്ചാലും പണിയാണ്, ആഹാരം കഴിച്ചാലും കുഴപ്പമാണ്. ഓക്കെ, ഇതൊക്കെ അനുഭവം കൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞ്, ഞാൻ ചിലപ്പം വരാൻ താമസിക്കുന്നെങ്കിൽ നീ ആഹാരം കഴിക്കാതിരിക്കരുത് എന്ന് ആദ്യമേ പറഞ്ഞു. എന്നെ കാത്തിരിക്കരുത്, വിശപ്പ് എപ്പോഴാണോ വരുന്നത് അപ്പോഴേ ആഹാരം കഴിച്ചോണം. ഞാൻ ചിലപ്പം വഴിയിൽ നിന്നിട്ട് നിങ്ങൾ കഴിക്കും, എന്നെ നോക്കിയിരിക്കരുത്. ഇന്ന് വരെ അതുകൊണ്ട് പരാതി പറഞ്ഞിട്ടില്ല. ഈ അനുഭവങ്ങളാണ് മനസ്സിൽ കിടക്കുന്നത്. എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ ഇന്ന് ഈ നിലയിലൊക്കെ പോകാനുള്ള കാരണം എൻ്റെ അപ്പൻ്റെ കുടുംബജീവിതം ഞാൻ കണ്ടത് കൊണ്ടാണ് ഇന്നിത് പറയുന്നത്. അത് വലിയ സന്തോഷമുണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ അപ്പൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ പറയുന്നു. അമ്മ നമ്മളെ വിട്ട് പോയല്ലോ, അമ്മയ്ക്ക് എല്ലാവരും അമ്മയ്ക്ക് അത് പ്രത്യേക സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ വെച്ചുള്ള കുഞ്ഞുനാൾ തൊട്ടുള്ള സകല കാര്യങ്ങളും എൻ്റെ തലച്ചോറിനകത്ത് കാണാപ്പാടാണ്ടിരിക്കുക. ഇത് അമ്മയോട്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വെക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് അത് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിയുന്നവനുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ കാത്തിരിപ്പ്. അങ്ങനെ കാത്തിരിക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. അങ്ങനെ മണ്ണെണ്ണ വിളക്കം കൊണ്ട് അല്ലെങ്കിൽ ലൈറ്റ് ഇട്ടിട്ട് ഉറങ്ങാതെ എന്റെ ഭർത്താവിനെ കാത്തിരിക്കേണ്ടതല്ല. അങ്ങനെ ആരും ചെയ്യല്ല. കാത്തിരിക്കണം. കാരണം എന്റെ ഭർത്താവാണ്, എന്റെ തലയാണ്. വെറുതെ കാത്തിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങിപ്പോവും. ആ കാത്തിരിപ്പല്ല ഇവിടെ പറഞ്ഞത്. ലോകപരമായിരിക്കുന്ന ഒരു കാത്തിരിപ്പിനെ കുറിച്ചല്ല. പിന്നെയോ ഈ കാത്തിരിപ്പിനെ കുറിച്ച് പറഞ്ഞ ക്രിസ്തീയ ജീവിതം എന്നത് ഒരു കാത്തിരിപ്പാണ്. ക്രിസ്തീയ ജീവിതം എന്നത് ഒരു ക്രിസ്ത്യാനായിട്ട് ജീവിക്കുന്ന എന്തിനാ ക്രിസ്ത്യാനായിട്ട് ജീവിക്കുന്നത്? അപ്പൊ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു കാത്തിരിപ്പാണ്. എന്താണ് അതിന്റെ അവസാന കാത്തിരിപ്പ്? അത് എവിടെയാണ് കാത്തിരിക്കുന്നത്? നാം ഇന്ന് ജീവിക്കുന്നത് മരുഭൂമിയിലാണ്. നമ്മുടെ കാത്തിരിപ്പ് ഈ ലോകമെന്ന ശൂന്യമായ ദൈവികമായിരിക്കുന്ന യാതൊരു നന്മയുമില്ലാത്ത ഈ ലോകത്തിലാണ്. എന്നാൽ ഈ കാത്തിരിപ്പ് വെറുതെ ഇരിക്കലല്ല ദൈവം ഉദ്ദേശിക്കുന്നത്, മറിച്ച് അതീവ ജാഗ്രതയോടും ഒരുക്കത്തോടും കൂടിയുള്ള ഒന്നാണ്. തന്റെ യജമാനൻ കല്യാണത്തിന് പോയി മടങ്ങി വരുമ്പോൾ വാതിൽ തുറക്കാൻ കാത്തു നിൽക്കുന്ന ദാസന്മാരുടെ ഉപമയിലൂടെയാണ് കർത്താവ് യെരൂശലേമിനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ കാത്തിരിപ്പ് ഒരു ക്രിസ്തീയ ജീവിതം, ക്രിസ്ത്യാനിയായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിലോട്ട് ചേർക്കപ്പെട്ട് പിന്നെ അവന്റെ ഉത്തരവാദിത്വം എന്തുവാ? അവന്റെ കളപ്പുറ പൊളിച്ച് പണിഞ്ഞ് അവിടെ നിക്ഷേപം കൂട്ടിവെക്കാനാണോ? അല്ല. അവന്റെ കാത്തിരിപ്പ് എന്താ? ഞാനിവിടെ ദീർഘകാലം വീട് വെച്ച് പിന്നെ സമ്പാദ്യങ്ങളെല്ലാം സ്വരൂപിച്ച് കൂട്ടിവെച്ച് തിന്നുകൊണ്ടിരിക്കാനുള്ളവനല്ല. ഒരു നാൾ ഞാൻ ഇവിടുന്ന് പോകും. അത് വിശ്വാസികളുടെ പ്രത്യാശയാണ്. ഇന്നില്ലെങ്കിൽ നാളെ ഈ ദേഹം അരിയും, അല്ലെങ്കിൽ പുഴു തിന്നാലും ഞാൻ ഒരു പ്രത്യാശയുടെ തീരത്തേക്ക് അടുക്കുവാൻ പോകുന്നു. അതാണ് എന്റെ കാത്തിരിപ്പ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട അനുഭവങ്ങളാണ്. അതിനിടയിൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് വിചാരപ്പെടുന്നതും ഭാരപ്പെടുന്നതുമല്ല.
അത് ദൈവം നടത്തിക്കൊള്ളുന്നേ. ദൈവം നടത്തും. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് അനുഭവിക്കാത്തതിന്റെ ഉറപ്പാണ്. ഈ പറയുന്ന കേൾക്കുമ്പോൾ ഞാനും ഇതുപോലെ കാര്യങ്ങളെല്ലാം ഇന്ന് വരെ ആ വിശ്വാസത്തിൽ പോകുന്നു. എന്നാൽ അലസനല്ല. ജോലി ചെയ്ത് ജീവിക്കണം. ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നു കൊണ്ട് ദൈവം നോക്കിക്കോളെന്ന് പറഞ്ഞാൽ അത് യോഗ്യമാണ് അല്ല. 1-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകത്തില് 1-ാമത്തെ മനുഷ്യനെ ഉണ്ടാക്കിയിട്ടെന്താ പറഞ്ഞ്? അവൻ അലസനായിരിക്കാനല്ല, നീ അധ്വാനിച്ച് ജീവിക്കണം. അതിനുള്ള സകല മാർഗങ്ങളും നിന്റെ മുമ്പിൽ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അതിനകത്ത് വേല ചെയ്യണം. പക്ഷെ അതേന്നും പറഞ്ഞിരിക്കരുത്. നമ്മുടെ ജീവിതത്തില് നമുക്കൊരു ജോലിയുണ്ട്. പലരും പറഞ്ഞു സജു ഇത്രയൊക്കെ പറയുന്നത് സജുവിന് ജോലി ഉള്ളതുകൊണ്ടാണ്. ശരിയാണോ? ഈ ജോലി എന്ന് പറഞ്ഞാൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലാണ്. ആ ജോലി നിമിത്തം പനവേലില് ഏക്കർ കണക്കിന് സജു വാങ്ങി കൂട്ടിയിട്ടില്ല. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോയാൽ പിന്നീട് എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ എന്റെ ബാങ്ക് ഡിപ്പോസിറ്റ് കൂട്ടിയിട്ടില്ല. ആ ജോലി കൊണ്ട് കൈക്കൂലി വാങ്ങിക്കുകയോ അനധികൃതമായി ഞാൻ സമ്പാദിച്ചു വെക്കുകയോ ചെയ്തിട്ടില്ല. ആ ജോലി നമുക്ക് എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം. ഞാൻ എപ്പോ വേണമെങ്കിലും മരിച്ചു പോകാം. മരിച്ചു പോയാൽ എന്റെ ആശ്രിതർക്ക് ആ ജോലി കിട്ടുമോ? കിട്ടത്തില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ? അവിടെയില്ല. കാരണം കരുതുന്നവൻ എന്റെ ദൈവമായിരിക്കുന്നത് കൊണ്ട് എന്റെ കാത്തിരിപ്പിന്റെ ഒരു സമാപ്തിയുണ്ട്. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുവാണ്. നമ്മുടെ ജീവിതത്തിൽ ആ കാത്തിരിപ്പാണ് നമ്മളെ ഒരുക്കേണ്ടത്. ദൈവം നമ്മളെ പുലർത്താതിരുന്നാൽ നമുക്ക് ഒരു നിമിഷം പോലും മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വ്യക്തമായിട്ട് പലരോടും പറഞ്ഞു. എന്റെ ഈ അനുഭവത്തിൽ പനവേലി സ്ഥലം സഭ സ്ഥാപിക്കപ്പെട്ട കാലം 2008 ജൂൺ മാസം 8-ാം തീയതി. അടുത്ത മാസം 8-ാം തീയതി ആകുമ്പോൾ 19 വർഷത്തോളം ആവുന്നു. അടുത്ത മാസം ഈ 19 വർഷത്തിനുള്ളിൽ പനവേലിൽ എത്രയോ പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അനേകരും വിട്ടുതിരിഞ്ഞു പോയി. അവരുടെ അവസ്ഥ ഇന്ന് ഞാൻ കാണുമ്പോൾ ഭയാനകമാണ്. ഭയന്നു പോകുന്ന സാഹചര്യമാണ്. നമുക്കറിയാം ഒരു വർഗീസിന്റെ അവസ്ഥ എന്തായി. ദൈവനാമം പരസ്യമായിട്ട് സ്നാനപ്പെട്ടില്ലേ പെട്ടു എന്നല്ലേ പറഞ്ഞത്? കർത്താവല്ലേ രക്ഷിക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചത്? അതിന്റെ ഫലമായി അതിനെ അയോഗ്യപരമായി കണ്ടത് കൊണ്ട്, അതിന്റെ വിശുദ്ധിയെ മാനിക്കാതെ ബഹുമാനിക്കാതെ അത് അയോഗ്യപരമായി ഉപയോഗിച്ചത് കൊണ്ട്, അത് പന്നികളുടെ മുമ്പിൽ ഇട്ടത് കൊണ്ട് അവൻ ചവിട്ടി ചിന്തിച്ച് കളഞ്ഞു. അവന്റെ കുടുംബം, അവന്റെ അമ്മ അവന്റെ അപ്പനെ കൊന്നു. അവന്റെ അമ്മയ്ക്ക് അതിന്റെ ദുർമരണം, അവന്റെ ജീവിതം അതിലും കഷ്ടം, അവന്റെ കുടുംബം വേറൊരുത്ത്, അവൻ അവസാനം അന്ധനായി. എന്നിട്ടും കബളിപ്പിക്കല്. അവസാനം ഈ അടുത്ത സമയത്ത് വണ്ടി ഇടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു രക്തം ചൊരിഞ്ഞു മരിച്ചു. ഇന്ന് അനേകരും അതുപോലെ ദുഃഖക്കടലിൽ കിടപ്പുണ്ട്. ഇവിടുന്ന് പോകാനുള്ള കാര്യം മാത്രമേ പറഞ്ഞ, പേരുകൾ പറയുന്നില്ല. പക്ഷെ ഭയപ്പെടണം. കാത്തിരിപ്പിന്റെ അലസത കാരണമാണ്. വചനം കൊണ്ട് ദൈവത്തെ വഞ്ചിച്ച്, സഭയെ വഞ്ചിച്ച്, സമൂഹത്തെ വഞ്ചിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാത്തിരിപ്പിനകത്ത് വിരാഹമുണ്ടാകരുത്, അലസത കാണിക്കരുത്. ദൈവസന്നിധിയിൽ വിശുദ്ധരായിരിക്കണം. എങ്ങനെ കാത്തിരിക്കണമെന്നാണ് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വേദഭാഗം എന്താണ്? ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായ കൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കുമെന്നാണ്. നാളും നാഴികയും നിങ്ങൾ അറിയായ കൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം. എന്താ പറയാൻ കാരണം? ഏത് നിമിഷം കർത്താവ് വരും എന്ന് അറിയില്ല. മാർക്കോസിന്റെ സുവിശേഷത്തിലും നമുക്ക് 13-ാം അധ്യായത്തില് ഒരു വേദഭാഗം കാണുവാൻ കഴിയുന്നുണ്ട്. മാർക്കോസിന്റെ സുവിശേഷത്തില് നമുക്കാണ് 37-ാമത്തെ വേദഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്. എന്താണ്? ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എന്ന് വെച്ചാൽ കർത്താവ് പറയുന്നത് ദീർഘവീക്ഷണത്തിലാണ്. വരുവാനിരിക്കുന്നവരെ
വരുവാൻ ഉണ്ടാകാനിരിക്കുന്ന സഭകളോട് വ്യക്തമായി പറയുന്നത്. നിങ്ങളോട് പറയുന്നത്, എല്ലാവരോടും പറയുന്നത് എന്താ പറയുന്നത്? ഉണർന്നിരിക്കണമെന്ന്. ഉണർന്നിരിക്കണം മീൻസ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാനമാനങ്ങളെ കുറിച്ച് ഉണർവുള്ളവനാണെന്നാണോ? അല്ല, ദൈവകാര്യങ്ങളിൽ, ദൈവത്തിന്റെ വൻകാര്യങ്ങളിൽ ഉണർന്നിരിക്കണം. നിങ്ങൾ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കണമെങ്കിൽ അലസരാവരുത്, ചുമ്മാതിരിക്കരുത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കപ്പെടണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എന്താണ് ഈ വചനത്തിൽ നിന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് പകർത്തേണ്ട 3 പ്രധാന ചിന്തകളാണ് ഞാൻ ഇതിൽ നിന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. 3 പ്രധാന ചിന്തകൾ. ഒന്ന്, എപ്പോഴും ഒരുങ്ങിയിരിക്കുക. ഒന്നാമത്തെ കാര്യം, എപ്പോഴും ഒരുങ്ങിയിരിക്കുക. എഫെസ്യ ലേഖനം അതിന്റെ 6-ാമത്തെ അധ്യായം 6-ാം അധ്യായത്തിന്റെ അതിന്റെ 14 തൊട്ട് 17 വരെയുള്ള വേദഭാഗമാണ് കാണുവാൻ ഉണ്ടാകുന്നത്. 14 തൊട്ട് 17 വരെയുള്ള എന്താ വായിക്കുന്നത്? നിങ്ങളുടെ അര കെട്ടി സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാത്തിനും ഇത് ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് കൊണ്ടും നിൽക്കുവിൻ. രക്ഷ എന്ന സ്ഥിരാസ്ത്രം, ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ സഭയ്ക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നുള്ളത് എന്താണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്? നമ്മളുടെ അര കെട്ടണം. സത്യം കെട്ടിയും അരകെട്ടി സത്യം, സത്യമല്ലാതെ ഒന്നും ഉണ്ടാകരുത്. നമുക്കറിയാം സത്യം കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. ആ സത്യത്തെ ഏത് നിമിത്തം ധരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കണമെന്നാണ്. നമ്മുടെ ഇടയിൽ പലപ്പോഴും അസത്യപരമായിരിക്കുന്ന പ്രവൃത്തികളാണ് ഇന്നിന്റെ ലോകത്ത് കാണുന്നത്. എന്തുകൊണ്ട് ഈ അസത്യം പറയുന്നു, കള്ളം പറയുന്നു, കള്ളം പ്രവർത്തിക്കുന്നു ഇത്യാദി കാര്യങ്ങൾ ദൈവത്തിന് വിരോധപരമാണ്. അതൊരു വിശ്വാസിയുടെ നല്ല ജീവിതത്തിന്റെ ലക്ഷണമല്ല എന്ന് കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിനായിട്ട് നീതി എന്ന കവചം ധരിക്കുന്നവൻ എന്ത് ചെയ്യും? സമാധാനമായ ക്രിസ്തുവാകുന്ന സമാധാനമെന്ന സുവിശേഷം ലോകത്തെമ്പാടും അവന്റെ ജീവിതത്തിൽ അത് പ്രചരിപ്പിക്കപ്പെടും, പ്രകടിപ്പിക്കപ്പെടും. അവന്റെ ജീവിതത്തിൽ അത് മറ്റുള്ളവർ കണ്ടെത്തുന്നത് കാണുവാൻ കഴിയും. ഇതാണ് ഒരു വ്യക്തിയുടെ എപ്പോഴുമുള്ള ഒരുക്കത്തെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടോ? നാമെല്ലാം മന്ത്രികാരാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അല്ലെങ്കിൽ വിശ്വാസികളാണ് സ്വർഗത്തിൽ പോവുക. ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് ഞാനും നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകുമെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതം ഒന്നുകൂടെ ക്രമപ്പെടുത്തി കർത്താവിന് പ്രയോജനകരമായ രീതിയിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനൊരു കാര്യം, അവൻ ഇങ്ങനെ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണമല്ലോ. അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കുവിൻ. ഒരു കല്യാണ വീട്ടിൽ നിന്ന് യജമാനൻ എപ്പോഴാണ് മടങ്ങി വരിക എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം. യോഹന്നാന്റെ സുവിശേഷം നമുക്കിത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എന്താ കാണുന്നത്? ഞാൻ എപ്പോൾ വരുമെന്ന് അറിയാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. മാത്രമല്ല ഞാൻ എങ്ങനെ വരുന്ന കള്ളനെ പോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നനയ്ക്കാത്ത നാഴികയിൽ ഞാൻ കടന്നു വരും. അപ്പോൾ എന്താ കാണുന്നത്? ഒരുങ്ങിയിരിക്കുന്നവരാരാ? നമ്മുടെ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചിട്ടുണ്ട. ഒരുങ്ങിയിരിക്കുന്നവരാരാ? ഭാഗ്യവാന്മാർ. അപ്പോൾ ഒരുങ്ങിയിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ ഏത് നാഴികയ്ക്ക് വരും എന്ന് അറിയായതുകൊണ്ട് ഒരുക്കമുള്ളവരാകണമെന്ന് നമ്മെ വ്യക്തമായിട്ട് ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുവാണ്. അവിടെ നമുക്ക് കാണുന്ന ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം കാണുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം അറിയുന്നു. ബൈബിൾ വായിക്കുന്നില്ലയോ? കാത്തിരിക്കുന്നു, അറിയുന്നു അല്ലേ? ഓക്കെ. അപ്പോ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. സ്വർഗത്തിലായിരിക്കുന്ന പൗരത്വത്തെ വെളിപ്പെടുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഈ കാത്തിരിപ്പ് നമുക്ക് അന്യോന്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ?
നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അന്യോന്യം ഞാൻ കാത്തിരിക്കുവാണ് എന്ന് പറയാനുള്ള ആർജവമാണ്. അത് വെല്ലുവിളിയാണ്. ഇതൊക്കെ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നവനാണ് വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ നമ്മളുള്ള സഹോദരന്മാർ, മറ്റുള്ള വ്യക്തികൾ എൻ്റെ നടപ്പും പ്രവൃത്തിയും സംസാരവും ഇടപാടും കണ്ടിട്ട് ഇവൻ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയണം. സുഹൃത്തുക്കളുമായി വേണ്ടാത്ത വർത്താനം, ലോകത്ത് മറ്റുള്ളവർ പോയിട്ട് വേണ്ടാത്ത സിഗരറ്റ് വലിയ അല്ലെങ്കിൽ കണ്ടുപിടിയ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുമായിട്ട് ചേർന്ന് എന്ത് ചെയ്യുക? ബൈബിളെന്താ പറയുന്നത്? ഇണയില്ലാപ്പണ കൂടെ ബൈബിള് പക്ഷെ നമ്മൾ ചെയ്യുന്നതോ ഇണയില്ലാപ്പണ കൂടുവാണ്. അത് വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല. ഒന്നാമത്തെ സങ്കീർത്തനം നാം വായിക്കുന്ന ആ ആദ്യത്തെ 1-2 വാക്യങ്ങൾ എന്താണോ അത് തന്നെയാണ്. ദൈവമക്കളായ വിശുദ്ധരായ ഞാനും നിങ്ങളും കർത്താവിന് വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അപ്പുറത്തുള്ളവൻ, കർത്താവിനെ കൂടാതെ ജീവിക്കുന്നവൻ ചെയ്യുന്ന പ്രവൃത്തികളും കാണിക്കുന്ന കാര്യങ്ങളും പോകുന്ന സ്ഥലങ്ങളും അപ്രകാരം ചെയ്യുവാൻ റൈറ്റിംഗ് എനിക്കില്ല. അങ്ങനെ അവകാശം എനിക്ക് നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞാൻ ചെയ്യുന്നുവെങ്കിൽ എന്റെ കാത്തിരിപ്പ് വെറുതെ വ്യർത്ഥമാണ്, അർത്ഥമില്ലാത്തതാണ്, ശൂന്യമാണ്. നമ്മുടെ ഇടയിൽ പലരും വീട്ടില് ഈ നമ്മുടെ ബന്ധുക്കളൊക്കെ ക്രിസ്തീയ ഭവനങ്ങൾ അല്ല നാമധേയ ക്രിസ്ത്യാനികളുണ്ട്. അവിടെയൊക്കെ നമ്മൾ പറയും ഞങ്ങളൊക്കെ കർത്താവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. ഞാൻ ഇന്നലെ പറയാൻ വന്നൊരു കാര്യം ഓർക്കുക. മത്തായിച്ചനോട് ഇന്നലെ സംസാരിച്ച കൂട്ടത്തില് ഓർമ്മയിൽ വന്നത് റോമാലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വേദഭാഗം എന്തായിരിക്കുന്നറിയാമോ? ഇനി വരുന്ന ആഴ്ചയിലത്തെ മെസ്സേജ് ആട്ടോ, സുവിശേഷ പ്രസംഗമാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. രക്ഷിക്കപ്പെടുവാൻ വേറൊരു മാർഗവുമില്ല. കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അല്ലാതെ രക്ഷിക്കപ്പെടുവാൻ ഒരു മാർഗവുമില്ലെന്ന് വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനപരമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതിന് വിരുദ്ധമായിരിക്കുന്ന നിങ്ങളെയും എന്റെ ബന്ധുക്കളുടെയൊക്കെ പല വീടുകളുടെ കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കർമ്മങ്ങൾ നമ്മളെ ക്ഷണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പോവുകയാണ്. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷമുണ്ട്. ഞാൻ പോവുകയില്ല. കാരണം അത് തെറ്റാണ്. അതെന്റെ കർത്താവിന്റെ രക്തത്തെ ഞാൻ പരിരക്ഷിക്കുന്നതിന് തുല്യമാണ്. ഞാൻ നാട്ടിൽ ട്രാൻസ്ഫർ ആയി വന്ന സമയത്ത് പല ആൾക്കാരും ഈ കാര്യത്തിൽ എന്നെ സമീപിച്ച് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. അത് ഇവിടെ മൊത്തം വാർത്തയായി. അത് കാരണം പിന്നെ ഇന്ന് വരെ ഒരുത്തർ പോലും എന്നെ അതിന് വിളിച്ചിട്ടില്ല. അത് ധൈര്യത്തോടെ പറയാൻ കഴിയും. എന്റെ കർത്താവിന്റെ രക്തത്തെ സമൂഹത്തിൽ മലിനീകരിക്കപ്പെടുവാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങനെ ഒരു ഊണും ഇരിപ്പിടവും അത്താഴത്തിൽ പ്രധാന സ്ഥലം, അങ്ങാടി വന്ദനം, പിന്നെ എന്താ പറഞ്ഞത്, പള്ളിയിൽ മുഖ്യാസനം, ഇതെനിക്ക് വേണ്ടാന്നേ. ഇതാണ് കാത്തിരിപ്പിന്റെ ലക്ഷണം. വഴക്കുണ്ടാക്കാനല്ല പറഞ്ഞത്, ആരോടും വഴക്കുണ്ടാക്കാനല്ല. ദൈവവചനത്തിന്റെ സത്യസന്ധത നമുക്കറിയാമല്ലോ. നമ്മള് കഴിഞ്ഞ ഫെബ്രുവരി കൺവെൻഷന് പള്ളിയിലെ സഹോദരനെ ക്ഷണിക്കാൻ പോയപ്പോൾ അനുഭവം അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ വാക്കിന് എന്തൊക്കെ മറുപടി നമ്മൾ കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ഷമിച്ച് സാവകാശം ശാന്തമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. അപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹോദരൻ ഒരു സംബോധന ചെയ്ത് പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിന് കുറ്റമായി പോയി. എന്താ പറഞ്ഞത്? പ്രാർത്ഥനയൊക്കെ നന്നായിരുന്നു, ഗോഡ് ബ്ലസ് യു. ഒടുക്കും ചോറിനാണെങ്കിൽ കുറച്ചും കൂടെ അങ്ങോട്ട് വേവാൻ തുടങ്ങി. ഇങ്ങനെ ചില വർത്തമാനങ്ങൾ ഞാൻ പറഞ്ഞ് വിളിച്ചോണ്ട് പോരുന്നത്. എന്താ പറഞ്ഞത്? ഗുരുവാകുന്ന എന്നെ നിങ്ങൾ അച്ഛൻ എന്നൊരു സംബോധന ചെയ്ത് പ്രാർത്ഥിക്കണമായിരുന്നു. ഇത് കേട്ടിട്ട് ശരിയാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ? ബൈബിളിൽ നിന്നുള്ള വേദഭാഗം മാറ്റിക്കളാം. 3 സുവിശേഷങ്ങളുള്ളത്. ലോകത്തിൽ നിങ്ങൾ ആരെയും ഗുരു എന്ന് സംബോധന ചെയ്യരുത്. ലോകത്തിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്. ലോകത്തിൽ ആരെയും റബ്ബി എന്ന് വിളിക്കരുത്. സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ഏകനത്രേ.
നിങ്ങളെല്ലാവരും അന്യോന്യം സഹോദരന്മാരല്ലയോ? ഇത് പറയാനുള്ള തന്റെ ഉണ്ടാക്കണം. അത് നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, പൊന്നു സഹോദര, പഠിപ്പിക്കുന്നവന് സാറേ വിളിക്കും, മറ്റുള്ളവർ സഹോദര എന്ന് തന്നെ വിളിക്കുന്നത്. ഈ വചനത്തിന്റെ വള്ളിയും പുള്ളിയും മാറ്റാൻ എനിക്ക് നിർവാഹമില്ല. ഞങ്ങൾ വന്നാലും വന്നില്ല, പോട്ടെ, ഞങ്ങൾ പോവുക. അങ്ങനെ പിന്നെ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. നമ്മളെ ചരിച്ചാരെയും എടുക്കുന്നവരും ഞങ്ങൾ പോയിരുന്നു. ആദ്യത്തെ വർത്തമാനത്തിൽ നല്ല മറുപടി കൊടുക്കേണ്ടതാണ്, പോയില്ല. ഞാൻ ഇത്ര പറഞ്ഞോളൂ. സുവിശേഷം പറയാൻ പോകുന്ന വീടുകളിൽ നിങ്ങൾ മാർത്ത ക്രിസ്ത്യാനികളാണോ, നിങ്ങൾ ഹിന്ദുക്കളാണോ, നിങ്ങൾ മുസ്ലിങ്ങളാണോ എന്ന് ചോദിച്ചു സുവിശേഷം പറയാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞത്, ഭൂലോകമൊക്കെയും സഞ്ചരിച്ച് സകല ശിശുക്കളോടും സുവിശേഷം അറിയിക്കണമെന്നാണ്. അതാണല്ലോ നാം ഇവിടെ കേട്ടത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നതിന്റെ ലക്ഷണമാണ്. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് അറിയാമോ? എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. എന്താ പറഞ്ഞത്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കുന്നു. ഏതിനാ? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. ഈ ലോകത്തിൽ മാനുഷികപരമായി നിർമ്മിക്കപ്പെട്ട സകല അടിസ്ഥാനത്തിന്മേൽ പണിഞ്ഞിരിക്കുന്നത് പൊളിഞ്ഞു തകർന്നു പോകും. അതൊരു പ്രത്യാശ ജീവിതമല്ല. പിന്നെ യേശുക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ പണിയപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിഞ്ഞ ഒരു നഗരമുണ്ട്. അതിനാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? കർത്താവ് നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോയിരിക്കുന്നു. അവൻ ഭവനമൊരുക്കിയാൽ വരും ഒരു നഗരമുണ്ട്. അവിടെ അതിന്റെ നാഥനായി കർത്താവ് വസിക്കും. അവിടുത്തെ പ്രജകളായി, ദൈവമക്കളായി, ഭാര്യമാരായി ഞാനും നിങ്ങളും വസിക്കും. ആര്? കാത്തിരിക്കുന്നവർ. അവർക്കേ വസിക്കാൻ കഴിയും. സമയം പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകും. രണ്ടാമത്തെ കാര്യം, കർത്തവ്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക. കർത്തവ്യങ്ങളിൽ വിശ്വസ്തരായി. ഓരോ വിശ്വാസികൾക്കും ഓരോ കർത്തവ്യങ്ങളുണ്ട്. അതിൽ വിശുദ്ധരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം, നീതിമാന്മാരായിരിക്കണം, ഉത്തരവാദിത്ത ബോധമുള്ളവരായിരിക്കണം. അലസത കാണിക്കരുത്. സഭായോഗം അയോഗ്യമ വിചാരിക്കരുത്. വിശുദ്ധ വചനം ധ്യാനിക്കുന്നവരായിരിക്കണം. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥനയോടുകൂടി റിലേഷൻ നടത്തുന്നതായിരിക്കണം. സഹോദരങ്ങളെ, ആര് തന്നെ ആയിക്കോട്ടെ, വലിയവനോ ചെറിയവനോ, ഒരു വ്യത്യാസം കൂടാതെ ഒരുമിച്ച് അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അന്ന് 3000 പേര് രക്ഷിക്കപ്പെട്ടവരെല്ലാം ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥന കഴിച്ച് കൂട്ടായ്മ ആചരിച്ച് ദൈവത്തിന് കൊടുത്ത് എല്ലാം പൊതുവകയും തന്നെ ദൈവത്തിന്റെ നല്ല അതിസന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടു. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എബ്രായ നമ്മെ പഠിപ്പിക്കുന്നതും അങ്ങനെ ഒരു നഗരമുണ്ട്. ആ നഗരത്തിൽ പാർക്കുവാനിരിക്കുന്നവരുടെ കാത്തിരിപ്പ് ഈ ഭൂമിയിൽ വ്യക്തമായി തെളിയിക്കാൻ പറ്റും. ഈ ഭൂമിയിൽ വ്യക്തമായിട്ട് തെളിയിക്കാൻ കഴിയും. അവന്റെ യാത്ര എങ്ങോട്ടാണോ അതിനുള്ള ഒരുക്കം അവൻ കാണും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പല സ്ഥലത്ത് യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെയൊക്കെ യാത്രയ്ക്ക് നമുക്ക് അതേ നിലവാരത്തിലുള്ള ഒരുക്കമുണ്ട്. ഞാൻ പനവേലി പോയാൽ എനിക്ക് അത്രത്തോളം ഒരുക്കമേ ഉള്ളൂ. ഞാൻ കൊട്ടാരക്കര പോയാൽ എനിക്ക് അത്രത്തോളം ഒരുക്കമുണ്ട്. ഞാൻ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും പോയാൽ അത്രത്തോളമുള്ള ഒരുക്കം എനിക്കുണ്ട്. ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയാൽ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ഒരുക്കമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതുപോലെ തന്നെ എന്റെ വീട്ടിൽ ആരെങ്കിലും വിശേഷപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരുക്കമുണ്ട്. അതിനുവേണ്ടിയുള്ള ആഹാര കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുക്കമുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് വീട്ടിലേക്ക് വരുവാന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ എല്ലാം ഒന്ന് വൃത്തിയാക്കും, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മുടെ പ്രധാനമന്ത്രി വരുവാണെങ്കിൽ ആ പരിസരം മൊത്തം ദേശം മൊത്തം വൃത്തിയാക്കും. ആ വീടിനെയൊക്കെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി സകലമായ കുറവുകളും തീർത്ത് ആ അദ്ദേഹത്തിന്റെ വരവിന് വേണ്ടി ദിവസങ്ങൾക്ക് മുന്നമേ ഞാൻ കാത്തിരിക്കും. എന്നാൽ അതിനും മീതെ ഇരിക്കുന്നവൻ വരുമ്പോൾ ആർക്കാ ഒരുക്കമുള്ളത്? സർവ്വലോകത്തെയും തരാതരങ്ങളും
പ്രപഞ്ചത്തെയും തന്റെ വായിലെ വാക്കുകളാൽ ഉളവാക്കപ്പെട്ട് തന്റെ കരങ്ങളാൽ ഉണ്ടാക്കിയ മനുഷ്യൻ തന്നോട് അനുസരണക്കേട് കാണിച്ച് തന്നെ വിട്ട് ദൂരത്തേക്ക് പോയി അവന്റെ പാപത്തിന്റെ പകരക്കാരനായി താൻ ദൈവമായിരിക്കെ ദൈവത്തെ മുറുകെ പിടിച്ചെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഒരു താണവനായി സകല മനുഷ്യന്റെ മുമ്പിൽ നിന്ദിതനായി നിസാരനായി സമർപ്പിക്കപ്പെട്ട ലോകത്തിന്റെ മുമ്പാകെ പ്രദർശിപ്പിക്കപ്പെട്ട ആർക്കും എന്തും ചെയ്യാമെന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കപ്പെട്ട് ഒടുവിൽ ആകാശത്തിന് ഭൂമിക്ക് മധ്യേ കാൽവരി ക്രൂസിൽ അതിദാരുണമായി ഉയർത്തപ്പെട്ട് തന്റെ ശരീരത്തെ മാംസപിണ്ഡം പോലെ തകർത്തരിപ്പണമാക്കിയവൻ ഇതാ വീണ്ടും വരും എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യന് യാതൊരു കുലുക്കവുമില്ല. അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ല. അയോഗ്യമായ പല കാര്യങ്ങളും ചെയ്യുന്നു. എത്ര വേദനാകരമായിരുന്ന കാര്യങ്ങളാണ്. ലോകത്തിൽ ഞാൻ ആർക്കെല്ലാം വേണ്ടി ഒരുങ്ങും, ലോകത്തിൽ ഞാൻ ആർക്കെല്ലാം വേണ്ടി എന്തെല്ലാം കൊടുക്കും, എന്നാൽ എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്റെ കാത്തിരിപ്പ്, എന്റെ ഒരുക്കം എത്രത്തോളമാണ്? പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ കർത്തവ്യങ്ങളിൽ വിശ്വസ്തരായിരിക്കണം. ഒരു നല്ല ദാസൻ യജമാനൻ ഇല്ലാത്തപ്പോഴും തന്റെ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കും. ഒരു നല്ല ദാസൻ തന്റെ യജമാനൻ ഇല്ലാത്തപ്പോഴും, എന്റെ കൂടില്ലാത്തപ്പോഴും ഞാൻ വിശ്വസ്തയോടും തന്നെ ഏൽപ്പിച്ച ചുമതലകൾ വളരെ വിശ്വസ്തയോടെ നിർവഹിക്കും. യജമാനം വരുമ്പോൾ ദാസൻ ഉണർന്നിരിക്കുന്നതും കാത്തിരിക്കുന്നതും കാണുന്നത് യജമാനൻ എത്ര വലിയ സന്തോഷമാണെന്നറിയാമോ? യജമാനൻ എത്ര വലിയ സന്തോഷമാണെന്നറിയാമോ? ഇന്ന് നമ്മളെല്ലാവരും പല നിലയിൽ പല രോഗികളും വേദനിക്കപ്പെടുന്നവരാണ്. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിൽ യാതൊരു ഒരുക്കവും അതിനുവേണ്ടിയുള്ള യാതൊരു കരുതലും ഇല്ലാത്തത് കൊണ്ട് നാം അതിന്റെ പരിണഫലമായിരിക്കുന്ന വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളിലും കൂടെ കടന്നു പോകുന്നു. മറ്റു പല കാര്യങ്ങൾക്കും ഞാൻ ഒരുങ്ങുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തൊട്ട് ഒന്ന് വായിക്കാൻ കാണുവാൻ കഴിയുന്നു. എന്താ നോക്കി? 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 6-ാമത്തെ വേദഭാഗം വരെ കാണുന്നത്, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കുവാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. ആരറിയുന്നു? എവിടെ അറിയുന്നു? നന്നായി അറിയുന്നുവെങ്കിൽ അറിയുന്നവനെ കാണുമ്പോ അറിയാം. ഉണ്ണിയെ കാണുമ്പോ ഊരിലെ പഞ്ഞമറിയാമെന്ന് പറഞ്ഞ പോലെ ഒരു ദൈവഭക്തനെ കാണുമ്പോൾ അവൻ കർത്താവിനെ നന്നായി അറിയുന്നു. അതവന്റെ ജീവിതത്തില് അവൻ ഉടനീളം പണ്ട് കാലത്ത് വലിയ യാത്രക്കാര്, രാജാക്കന്മാരെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രദേശത്തുള്ള ആൾക്കാര് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ രാത്രി സഞ്ചരിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? മുമ്പിൽ 1-2 പേര് പോകും. എന്തിനാ? വെളിച്ചം കാണിക്കാൻ. എങ്ങനെയാ വെളിച്ചം കാണിക്കുന്നറിയാമോ? എങ്ങനെയാ വെളിച്ചം കാണിക്കുന്നത്? അന്ന് എന്താ പറയുന്നത്, ഈ റാന്തൽ വിളക്ക്, റാന്തൽ വലിയ വിളക്ക്, റാന്തൽ, ഓക്കെ, വലിയ റാന്തൽ വിളക്കുണ്ട്. ഇത് കത്തിച്ച് തലയിലൊരു ചാക്ക് വെച്ചിട്ട് അത് തലവേളയിൽ വെച്ചിട്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കും. 2 കൈ കൊണ്ട് പിടിച്ചിട്ട് അദ്ദേഹം മുമ്പേ പോകും. പുറകിൽ ഒരാൾ വരും. ചിലപ്പോ ആളിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഇടയ്ക്കും ഒരാൾ കാണും. അങ്ങനെയാണ് ഇവരെല്ലാവരും വഴി കണ്ട് യാത്ര ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വസ്തതയും സത്യസന്ധതയും മുറുകെ പിടിച്ചുകൊണ്ട് തലമേൽ വെച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ നാം വായിച്ചു കേൾക്കുന്ന അറിയുന്നു എന്നുള്ള കാര്യം കണ്ടത്. അവിടെ നമ്മൾ കണ്ടത്, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവുന്നതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. ഇരുട്ടിലുള്ളവരല്ലയോ? ഇരുട്ടിലുള്ളവരല്ലയോ? നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കും. ഞാൻ ഇരുട്ടിന്റെ പ്രവൃത്തി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന്. പിടിക്കും.
ഇരുട്ടിലുള്ളതല്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ വെളിച്ചത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് അതിൽ പ്രകാരം സ്വർഗത്തെ സന്തോഷിപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് അവൻ ഇരുട്ടിലുള്ളവരല്ല എന്ന് പറഞ്ഞത്. അവർക്ക് ഭയപ്പെടണ്ട, അവർ ലോകത്തൊന്നും ഭയപ്പെടാറില്ല, അവർ മദ്യപിക്കാറില്ല, അവർ പുകവലിക്കാറില്ല, അവർ ചീത്ത പറയാറില്ല, അവർ അന്യന്റെ പോലെ അപകരിക്കാറില്ല. ഇത്യാദി കാര്യങ്ങളൊന്നും അവരുടെ ഇനി അഥവാ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു പോയാൽ അപ്പോൾ തന്നെ അയ്യോ ഞാൻ പാപം ചെയ്തു, എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണമേ എന്റെ ദൈവമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് അവൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് മടങ്ങി വരുന്നവരായി കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ്. എന്നിട്ട് അഞ്ചാമത്തെ, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിനുള്ളവരും ആകുന്നു, രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. അങ്ങനെ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ കൃത്യമായി ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുന്നു. കർത്താവ് വരാൻ വൈകുമെന്ന് ചിന്തിച്ച് ആത്മീയ അലസതയിലേക്ക് വീണ് പോകില്ല. ഇന്ന് കർത്താവ് ഇത് പറഞ്ഞ എത്ര വർഷമായി? 2000 വർഷം കഴിഞ്ഞു, അല്ലെ 2000 വർഷമായി, അല്ലെ 2000-ഓളം വർഷമായി. ഇതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു? ആദ്യത്തെ വിശ്വാസികൾ ഇപ്പൊ ഒരു കർത്താവ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഭക്തന്മാർ ആ വിശ്വാസികളോട് ജീവിക്കാൻ വേണ്ടി പലരും അതിനുവേണ്ടി രക്തസാക്ഷികൾ അത് അങ്ങോട്ട് കൊണ്ടുവച്ചു തറ വെട്ടിക്കോ എന്ന് പറഞ്ഞ ആദ്യത്തെ വിശ്വാസികൾ ചെയ്തു. പിന്നെ കാലക്രമേണ അതിനെല്ലാം വ്യതിയാനം വന്ന് സഭ വളരെ നൂറ്റാണ്ടുകളോളം അന്ധകാരത്തിൽ പ്രവേശിച്ചു. ഇവിടെ പല മതങ്ങളും പ്രസ്ഥാനങ്ങളും വന്നു. പല പ്രസ്ഥാനങ്ങളും വന്നതിന് ഒരു കത്തോലിക്ക പ്രസ്ഥാനം വന്നു. AD 4-ാം നൂറ്റാണ്ടിന് ശേഷം കത്തോലിക്ക പ്രസ്ഥാനം ഉണ്ടായതിനു ശേഷം ദൈവവചനത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ട് പത്രോസിന്റെ പേരും പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പയെ സ്ഥാപിക്കപ്പെട്ട് അത് നിമിത്തം മാർപ്പാപ്പ അധികാരത്തിന് വേണ്ടി പലവിധ പ്രശ്നങ്ങളും കൊല്ലും കൊലപാതകങ്ങളും നടത്തി. ബൈബിൾ വായിക്കാൻ യാതൊരു അനുവാദവും ഇല്ലാതെ സകല മനുഷ്യരെ പീഡിപ്പിക്കുന്നതും ബൈബിൾ വായിച്ചതിന്റെ പേരിൽ അനേകരെ കൊല്ലുന്ന കാലഘട്ടമുണ്ടായി. ബൈബിളിന്റെ അടിസ്ഥാന സത്യത്തിന് മുറുകെ പിടിച്ചത് കൊണ്ട് അന്നത്തെ കാലത്ത് അവരുടെ എന്താ പറഞ്ഞത് മെത്രാന്മാരായിരുന്ന വ്യക്തികൾ താഴോട്ടിറങ്ങി വന്നപ്പോൾ അവരെ വിളക്ക് സർവ്വജനങ്ങളിൽ കാണുവാൻ തീപ്പന്തമാക്കി തീർത്തു, കച്ചിത്തുരുവിലിട്ട് കൊന്ന്. അങ്ങനെ അനേക ചരിത്രങ്ങൾ ഒരേ സമയത്ത് 5, 6 അല്ലെങ്കിൽ 3, 4 അപ്പാമാര് മാർപ്പാപ്പന്മാര് പത്രോസിന്റെ പിൻഗാമികൾ എന്ന് പറഞ്ഞ് ദുരുപദേശം കൊണ്ട് ആ ലോകം മൊത്തം അന്ധകാരത്തിനെ കൊണ്ടുപോയി. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. പിന്നെയും കർത്താവിന്റെ കൃപ അനേകരിൽ കൂടെ വ്യക്തിപരമായി കടന്നു വന്നു ഈ ലോകത്തിലേക്ക്. നാം ഓരോരുത്തരും മനസ്സിലാക്കുക, കാത്തിരിപ്പിന്റെ ലക്ഷ്യം കർത്താവ് വിശ്വസ്തനാണ്. കർത്താവ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പറഞ്ഞ മനസ്സിലാക്കുക, കർത്താവ് നമ്മളെ കാത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ 20 നൂറ്റാണ്ട് കൊണ്ട് ഇന്നും നാം ഓരോരുത്തരും കൃപയാ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട് കർത്താവിന് മക്കളായി തീർന്ന് കർത്താവിനോട് ചേരുവാൻ ആഗ്രഹിച്ചിട്ട് കർത്താവ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. വാക്കുമേതം ഭാഗം വായിക്കണമല്ലോ. 1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യം ഇങ്ങനെയാണ് കാണുന്നത്. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കന്മോഹം, ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ലോകത്തിലുള്ള സകലവും. ഇവിടെ കണ്ടത് എന്താണ്? ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. നമ്മൾ ഇന്ന് എല്ലാവരും അതേ ചെയ്യുന്നോളും. ഇന്ന് അനേക വിശ്വാസികളുടെ പിടിച്ച് നോക്കി കഴിഞ്ഞാൽ അവരുടെ ലോകത്തിലുള്ള ലോക വസ്തുക്കളായ സ്വർണം, പണം ഇത്യാദി കുണ്ടങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? എനിക്ക് ധനവാൻ പറഞ്ഞതുപോലെ കളപ്പുറ പൊളിച്ച് പണിഞ്ഞ് എനിക്ക് ദീർഘകാലം തിന്നു കുടിക്കാൻ ഇരിക്കുന്നു. അപ്പൊ ചോദിക്കുക, മൂടാ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്ക്? ഇന്ന് പറഞ്ഞ നമ്മുടെ അനേക സഹോദരന്മാര് നമ്മുടെ കളപ്പുറകളൊക്കെ പണിഞ്ഞ് നിക്ഷേപമായിട്ട് ഇഷ്ടം പോലെ കൂട്ടി വെക്കുന്നുണ്ട്. പക്ഷേ അത് അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഒന്നുകിൽ അവരിങ്ങനെ ഉപ്പ് തൊടാതെ സ്വരൂപിച്ചു നാക്കി തൊടാതെ സ്വരൂപിച്ചു ആർക്കും കൊടുക്കാതെ വെച്ചുന്ന അവസാനം ആ പണത്തെ ചൊല്ലി മക്കളുമാർ തമ്മിൽ
മക്കളുമാർ തമ്മിൽ അടിയുണ്ടാക്കി ശിഥിലമായി പോകും. ഇല്ലെങ്കിൽ അത് കള്ളന്മാർ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ അത് സർക്കാരിന്റെ ഫണ്ട്. ഇതെങ്ങനെയാ സ്വരൂപിച്ചത്? ഞാൻ പറഞ്ഞ മനസ്സിലാകും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്യക്തമായി ചിന്തിക്കേണ്ടത്, ലോകത്തിലുള്ള സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് സജി സെപ്പറേറ്റ് എഴുതി ഉണ്ടാക്കിയൊന്നുമല്ല കേട്ടോ. പിതാവിന്റെ സ്നേഹം ഇല്ലെന്ന്, എനിക്ക് കർത്താവിനോട് സ്നേഹം ഉണ്ടെന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ എന്റെ സ്നേഹം കർത്താവിനുണ്ടെന്നല്ല പറഞ്ഞത്. പിതാവിന് എന്നോട് സ്നേഹം ഇല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് എന്റെ കർത്താവിന്റെ കൃപ കൂടാതെ വിശുദ്ധ ജീവിതം നയിച്ച് ആ യാത്ര പൂർത്തിയാക്കി കർത്താവിനോട് ചെല്ലുവാൻ കഴിയുമോ? അങ്ങനെ വരുന്നൊരു കാലഘട്ടമുണ്ട്. കർത്താവിന് എന്നോട് സ്നേഹമില്ലാതെ എനിക്ക് പിതാവിന്റെ അടുക്ക് പറ്റില്ല. ഇനി അങ്ങനെ ഒരു കാലഘട്ടം വരുന്നുണ്ട്. എപ്പോൾ? കർത്താവിന്റെ മധ്യകാലത്തെ വരവ് കഴിഞ്ഞ് തനിക്കായി കാത്തിരിക്കുന്നവർ എടുക്കപ്പെട്ടതിനു ശേഷം മഹോപദ്രവത്തിൽ കൂടെ അങ്ങോട്ട് ദൈവത്തെ സ്നേഹിച്ചിട്ട് രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നിരിക്കുന്നു അല്ലേ? യഹൂദ ഗോത്രങ്ങളിൽ നിന്ന് 12 ഗോത്രങ്ങളിൽ നിന്ന് 1,44,000 പേര്, പിന്നെ അത് കഴിഞ്ഞിട്ട് ലോകത്തിലെങ്ങും എണ്ണിക്കൂടാതെ വന്നു. ഉപദ്രവങ്ങളിൽ കൂടെ കർത്താവ് ഇങ്ങോട്ട് സ്നേഹിക്കാതെ ഇവർ അങ്ങോട്ട് സ്നേഹിച്ചിട്ട്, ആ സ്നേഹത്തെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ. എവിടെ അറിയാം? ഒരാളെ നമുക്ക് വ്യക്തമായി അറിയാം. അങ്ങനെ രക്ഷിക്കപ്പെട്ട ആള് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തില് ഇത്താലിക്ക എന്നൊരു പട്ടണമുണ്ട്. ആ പട്ടണത്തില് കോർണറിൽ ചെന്നൊരു ഭക്തനായ സനാധിപനുണ്ട്. ഈ ഭക്തൻ അങ്ങോട്ട് സ്നേഹിക്കായിരുന്നു, ഇങ്ങോട്ട് കർത്താവ് സ്നേഹിച്ചല്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്നേഹവും വിശ്വസ്തയും വിശുദ്ധിയും കണ്ടിട്ട് കർത്താവിനൊടുവിൽ അദ്ദേഹത്തെ സ്നേഹിക്കാൻ ഇഷ്ടം തോന്നി, വിടുവിക്കാൻ ഇഷ്ടം തോന്നി. പത്രോസിനെ അവരുടെ വീട്ടിലേക്ക് അയച്ച് സുവിശേഷം കേൾക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തെ കാര്യങ്ങൾ അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കാത്തിരിപ്പിന്റെ പ്രതിഫലം. കാത്തിരിപ്പിന്റെ പ്രതിഫലം 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യമുണ്ട്. പെട്ടെന്ന് പറഞ്ഞു 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ അതിന്റെ 13-ാമത്തെ വേദഭാഗം എന്താണ് പറഞ്ഞത്? അവിടെ കണ്ട 13-ാമത്തെ വേദഭാഗം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വർഷിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. പ്രതിഫലമാണ്, 2 പ്രതിഫലത്തിന് കാത്തിരിക്കുന്നു. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വർഷിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ആര് കാത്തിരിക്കുന്നു? ഒരുക്കമുള്ളവർ. ഓട്ടെ, 4-ാമത്തെ കാര്യം ഇവിടെ മൂന്നാമത്തെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വേദഭാഗം. യെശയ്യാ 65-ന്റെ 17-ാമത്തെ വേദഭാഗം. ഇവിടെ കണ്ട് എന്താ വായിച്ച്? ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തേവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. പറഞ്ഞ 2 കാര്യമുണ്ടോ? മുമ്പിലത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഞാനിവിടെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ ഒരുക്കി വെച്ചെന്ന് പറഞ്ഞാലും ഇതൊന്നും ഓർക്കുവാൻ അപ്പോൾ കഴിയുകയില്ല. എന്താണ്? അവിടെ പുതിയ ആകാശം പുതിയ ഭൂമിയുമാണ് സൃഷ്ടിക്കപ്പെടുവാൻ പോകുന്നത്. അവിടെ തീറ്റി കുടി എന്നിത്യാദി മറ്റു കാര്യങ്ങളൊന്നുമില്ല. അവിടെ ദൈവികമായ കാര്യങ്ങൾ മാത്രം. എന്തെങ്കിലും പ്രവൃത്തികളും നശിച്ചു പോകുന്നതും ഉണ്ടെങ്കിൽ ഇവിടെ മാത്രമാണ് സ്വർഗത്തിലുള്ളത്. ദൈവവും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ പുതിയതായിരിക്കുന്ന കറകളങ്കം മുതലായി നശിച്ചു പോകുന്ന ഒരു വസ്തുക്കളും ഇല്ലാതിരിക്കുന്നതാണ്. ഇതേ ആവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ 21-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം കാണുന്നുണ്ട്. ഇനി ഈ ഉപമയുടെ തുടർച്ചയായി വചനം പറയുന്നത്, ഉണർന്നിരിക്കുന്ന ദാസന്മാരെ കാണുമ്പോൾ യജമാനൻ അറകെട്ടി അവരെ ഭക്ഷണത്തിന് ഇരുത്തി അവരെ പരിചരിക്കുമെന്നാണ്. അവരെ പരിചരിക്കുന്ന ഒരു യജമാനൻ വരാൻ പോകുന്നു. അവന് വേണ്ടി കാത്തിരുന്ന് ഭൂമിയിൽ കഷ്ടങ്ങൾ സഹിക്കുന്നവർ പരിചരിക്കും. നമുക്കറിയാമല്ലോ
അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തില് സ്തെഫാനോസ് വിശുദ്ധൻ, കർത്താവിനോട് കാത്തിരുന്നവൻ, അവന്റെ വിശുദ്ധിയിൽ ജീവിച്ചവൻ, അവന്റെ വചനങ്ങളെ, ആ ദൈവം കൽപ്പിച്ച വചനങ്ങളെ അങ്ങനെ തന്നെ മനുഷ്യരോട് അറിയിച്ചപ്പോൾ അവൻ ഈ ഭൂമിയിൽ ലോകത്തെ സ്നേഹിക്കാതെ, ലോകത്തിലുള്ളവരെ സ്നേഹിക്കാതെ, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിന്റെ വചനത്തെ സ്നേഹിച്ച് അത് ഏറ്റു പറഞ്ഞത് കൊണ്ട് അവൻ രക്തസാക്ഷിയായി മരിക്കേണ്ടി വന്നപ്പോൾ അവനെ ശുശ്രൂഷിക്കുന്നവൻ ഇരിക്കുമായിരുന്നു. നീ വാടാ, നീ എന്നെ ശുശ്രൂഷിക്കുന്നു പറഞ്ഞ് ഞാൻ രാജാവ് അവിടെ ഇരിക്കുമായിരുന്നു. അല്ല, ഇതാ എന്റെ മകൻ എനിക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടങ്ങളും യാതനകളും സഹിച്ച് അവൻ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഇതാ കടന്നു വരുന്നു. അവനെ സ്വീകരിക്കുവാൻ, അവനെ ശുശ്രൂഷിക്കുവാൻ ആ യജമാനൻ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. പ്രപഞ്ചത്തിലെ നാഥനായ കർത്താവ് തന്നെ കാത്തിരിക്കുന്ന വിശ്വസ്തനായ സകല മനുഷ്യരെ സ്നേഹിക്കുന്നു. പ്രിയ ദൈവജനമേ, നമ്മുടെ യജമാനായ യേശു ക്രിസ്തു ഉടൻ മടങ്ങി വരും. ഈ ലോകത്തിന്റെ മോഹങ്ങളിലും ആത്മീയ ഉറക്കത്തിലും നാം വീണു പോകരുത്. നമ്മുടെ വിളക്കുകൾ എന്ത് ചെയ്യണം? കത്തുന്നതായിരിക്കട്ടെ. ആത്മീയ പ്രകാശം നിലനിർത്തുക. യജമാനം വന്ന് മുട്ടുമ്പോൾ ഒട്ടും മടി കൂടാതെ സന്തോഷത്തോടെ വാതിൽ തുറന്നു കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യജമാനം വന്ന് മുട്ടുമ്പോൾ ആ വാതിൽ തുറന്നു കൊടുക്കുവാൻ മറ്റ് യാതൊരു ഭാരവും ലോകത്തിന്റെ മോഹങ്ങളും പ്രവൃത്തികളും നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഉണ്ടാകാതിരിക്കട്ടെ. അവൻ ഏത് നിമിഷവും വരും. അവൻ വരുമ്പോൾ ഞാൻ കാത്തിരിക്കുന്നവനായിട്ടല്ല, നമ്മുടെ കർത്താവിനെ വരവേൽക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തില് ലൂക്കോസിന്റെ സുവിശേഷം ഞാൻ വായിച്ചു കേട്ടല്ലോ. ഒരിക്കൽ കൂടെ അത് പറഞ്ഞ് ഒന്ന് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ട 35-ാമത്തെ വേദഭാഗമുണ്ട്. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. കാത്തു നിൽക്കുന്ന, നമ്മളെ കൂടാതെ മറ്റനേകര് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അനേകർ ആ കാത്തിരിപ്പിൽ മരണപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ മരിക്കുന്ന